ഹലോ മക്കൾസ്, നമ്മുടെ ഓണപരീക്ഷയിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ ചോദ്യം കാണുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കഴിഞ്ഞ വർഷത്തെ ഓണപരീക്ഷ ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ ഇതേ പാറ്റേണിലെ ചോദ്യം നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. അപ്പോൾ ഒരു പ്രോബ്ലമാണ്, അതുകൊണ്ട് നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചോളൂ. ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഒരു കുട്ടി എന്ത് ചെയ്ത് അറിയോ, എയിൽ നിന്നും ബിയിലൂടെ സിയിലെത്തുന്നു. ഇതാ കണ്ടില്ലേ, എ ചൈൽഡ് ടുക്ക് 9 സെക്കൻഡ് കൊണ്ട് റീച്ച് സി ഫ്രം എ വഴി ബി അല്ലേ, തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, എ വഴി ബി വഴി എവിടെ എത്തുന്നു, സിയിലേക്ക് എത്തുന്നു. അങ്ങനെയൊക്കെ കുട്ടിയുടെ വേഗം കണ്ടെത്തുക. എന്താണ്, വാട്ട് ഈസ് ദ ചൈൽഡ് സ്പീഡ് അല്ലേ. ഈ കുട്ടിയുടെ വേഗം, സ്പീഡ് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ സ്പീഡ് കണ്ടെത്താൻ ഇക്വേഷൻ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഈ ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് അറിയണം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടുന്ന് തുടങ്ങിയിട്ട് ദാ ഇന്ത പക്കത്തിൽ നിന്ന് തുടങ്ങി ദാ ഇതിലൂടെ വന്ന് ഇവിടെ എത്തി. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ആയി, 4 മീറ്റർ പ്ലസ് 5 മീറ്റർ. അപ്പം ഞാൻ ഇവിടെ 4 + 5 എന്ന് എഴുതി 9 മീറ്റർ എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ അതിനു വേണ്ട ടൈം എത്രയാണ് എടുത്തത്, 9 സെക്കൻഡ് അല്ലെ. ഇവിടെ ടൈം എത്ര എടുത്തു, 9 സെക്കൻഡ്. അപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ 9 സെക്കൻഡ് എന്ന് കൊടുത്തു. എന്താണ്, 9 സെക്കൻഡ്. അങ്ങനെയെങ്കിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ 9/9. ഓ ചേടാ, എന്തൊരു ഈസി അല്ലേ. അപ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആദ്യത്തെ ആൻസർ എത്ര കിട്ടി, 1 മീറ്റർ പെർ സെക്കൻഡ്. ഇക്വേഷൻ ഓർമ്മയുണ്ടല്ലോ, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് എഴുതി. ഇനി അടുത്ത ചോദ്യം നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ എഴുതാം അല്ലേ. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ, കുട്ടി സിയിൽ നിന്ന് പുറപ്പെട്ട് ഇരട്ടി വേഗത്തിൽ, കണ്ടല്ലോ ഒന്നുകൂടി സ്പീഡ് കൂട്ടി. ഇപ്പം എത്ര സ്പീഡ്, 1 മീറ്റർ പെർ സെക്കൻഡ്. അതിന്റെ ഇരട്ടി പറഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോദ്യം വരുന്നത്. അപ്പോൾ കുട്ടി സിയിൽ നിന്ന് പുറപ്പെട്ട് ഇരട്ടി വേഗത്തിൽ സഞ്ചരിച്ച് സിയിൽ തന്നെ എത്തിയാൽ അങ്ങനെയെങ്കിൽ ആവശ്യമായ സമയം കണ്ടെത്തുക. അപ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് ടേം ഇവിടെ തന്നെ എത്തിച്ചേരണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ഔട്ട് ദ ടൈം ടേക്കൺ ബൈ ദ ചൈൽഡ് എന്താണ് ടു റീച്ച് ബാക്ക് സി ആൻഡ് സ്റ്റാർട്ടിങ് ഫ്രം സി. സിയിൽ നിന്ന് തുടങ്ങി ഇന്ത പക്കത്തിൽ നിന്ന് തുടങ്ങി ഇതാ ഇന്ത പക്കത്തിലേക്ക് തന്നെ എത്തണം. അങ്ങനെയെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ടൈമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്താ കണ്ടെത്തേണ്ടത്, ദ ഫൈൻഡ് ഔട്ട് ദ ടൈം. അതൊരു നല്ല കിടിലം ചോദ്യമാണ്. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്താണ്, സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഡിസ്റ്റൻസ് എടുക്കാൻ പാടുണ്ടോ, ഇല്ല. കാരണം 3 മീറ്റർ 4 മീറ്റർ 5 മീറ്റർ. അപ്പോൾ 3 + 4 + 5 എത്ര കിട്ടി, 5 3 8 4 12 മീറ്റർ എന്ന് കിട്ടി. ഇനി സ്പീഡ് എത്രയാണ്, സ്പീഡ് നേരത്തെ നമുക്ക് 1 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. ഇരട്ടി വേഗം എന്ന് പറഞ്ഞാൽ 1 × 2. അപ്പൊ നമുക്ക് 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇതൊക്കെയാണ് നിങ്ങളെ തെറ്റിക്കുക, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തെറ്റിപ്പോവും. അങ്ങനെയെങ്കിൽ നമുക്ക് ടൈം കാണണം അല്ലേ. ടൈം കാണാൻ എന്ത്, ഈ ടീനെ എങ്ങോട്ട് കൊണ്ടുപോവുക, സ്പീഡ് താഴത്തേക്ക് വരിക. അപ്പൊ ഞാൻ ഇക്വേഷൻ എഴുതാണ്, വേറൊരു കളറിൽ എഴുതാം, നിങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിച്ചോളൂ. ടൈം ഈസ് ഈക്വൽ ടു എന്താണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാണ്, 12 മീറ്റർ ബൈ സ്പീഡ് എത്രയാണ്, 2 മീറ്റർ. ഇരട്ടിയാക്കി. അങ്ങനെ ആൻസർ എത്ര കിട്ടി, 6 സെക്കൻഡ്. 6 സെക്കൻഡ്. മക്കളെ ഇതാ പിടിച്ചോളി, പരീക്ഷയ്ക്ക് ഇന്ത മാതിരി ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പൊ നോക്കുക, പരീക്ഷയ്ക്ക് ഇതേപോലത്തെ ചോദ്യം വന്നാൽ ഇനി ഒരു കാരണവശാലും ഒരാളും തെറ്റിക്കാൻ പാടില്ല. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. അതാ വീണ്ടും നമുക്കൊരു പരീക്ഷയ്ക്ക് എന്നൊരു ചോദ്യം. അപ്പൊ ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയേക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു കാറിന്റെ ഓഡോമീറ്ററിൽ, കാരണം ഒരു കാറിന്റെ ഓഡോമീറ്റർ അപ്പൊ എന്തിനാന്ന് അറിയണം, 8000 കിലോമീറ്റർ എന്നും സ്പീഡോമീറ്ററിലെ 4 km/h എന്നും കണ്ടെത്തി. അങ്ങനെ വാഹനം ഇതുവരെ സഞ്ചരിച്ച ദൂരം എത്രയാണ്, വാഹനം എത്ര ദൂരം സഞ്ചരിച്ചു, ഈ 8000 കിലോമീറ്റർ. വാഹനം എത്ര ദൂരം സഞ്ചരിച്ചു, 8000 കിലോമീറ്റർ. അല്ല, വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് വെഹിക്കിൾ ട്രാവൽഡ് സോ ഫാർ എന്ന് പറഞ്ഞാൽ അത് 8000 കിലോമീറ്റർ എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യം നോക്കുക, എന്താണ്, ഈ ദൂരത്തെ SI യൂണിറ്റിലേക്ക് മാറ്റി എഴുതൂ. SI യൂണിറ്റിലേക്ക് മാറ്റി എഴുതുക എന്ന് പറഞ്ഞാൽ ഈ 8000 കിലോമീറ്ററിനെ SI യൂണിറ്റിലേക്ക് മാറ്റാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 8000 × കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 8ന്റെ കൂടെ 6 പൂജ്യം ചേർത്തോളൂ. 1 2 3 4 5 6. അത്രയും മീറ്റർ എന്ന് ഓർത്തേക്ക്. എന്താണ്, അത്രയും മീറ്റർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, 8 × 10⁶ മീറ്റർ. ഇങ്ങനെയൊക്കെ എഴുതാം. ആ ഫോർമാറ്റിലൊക്കെ എഴുതാം കേട്ടോ. അതൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഒഴിവാക്കിക്കോളൂ. ഇനി അടുത്ത സി ക്വസ്റ്റ്യൻ, റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ പാലിക്കേണ്ട 2 നിയമങ്ങൾ ഏതാണ്.
അപ്പോൾ നിങ്ങൾ നിങ്ങളതായിട്ട് എഴുതിയാൽ മതി. എന്താണ് വാക്കിംഗ് ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി റോഡ് അല്ലേ, റോഡിൻ്റെ വലതുവശത്ത് ചേർന്ന് നടക്കുക. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഇനി അതോടൊപ്പം തന്നെ ക്രോസ് ദ റോഡ് എന്താണ്, സീബ്ര ലൈൻ. സീബ്ര ലൈനിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് ചെയ്യണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജനറലായിട്ട് അറിഞ്ഞിരിക്കണം മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഞെട്ടറ്റ് വീഴുന്ന മാങ്ങയുടെ ചലനത്തിനും അടിച്ചു തെറിപ്പിക്കുന്ന ക്രിക്കറ്റ് ബോളിന്റെ ചലനത്തിനും ബലം ആവശ്യമാണല്ലോ. ഈ രണ്ട് സാഹചര്യങ്ങളും പ്രയോഗിക്കുന്ന ഏതരം ബലങ്ങളാണ്? അപ്പൊ എന്താ കൊടുത്തുള്ളത്? ദ മോഷൻ ഓഫ് മാംഗോ ഫാളിംഗ് ഫ്രം ട്രീ. ഒരു മാംഗോ താഴത്തേക്ക് വീഴുന്നു, ഫാളിംഗ് ഫ്രം ട്രീ. ക്രിക്കറ്റ് ബോൾ എന്ത് ചെയ്യുന്നു, ഹിറ്റ് ബാറ്റ് അല്ലേ, ക്രിക്കറ്റ് ബോൾ എന്ത് ചെയ്യുന്നു, ബാറ്റ് ഉപയോഗിച്ച് ഹിറ്റ് ചെയ്യുന്നു. അങ്ങനെ ബോത്ത് റിക്വയർഡ് ഫോഴ്സ്, രണ്ടിനും നമുക്ക് എന്താ ആവശ്യമാണ്, ഫോഴ്സ്, ബലം ആവശ്യമാണ്. എക്സ്പ്ലെയിൻ വാട്ട് ടൈപ്പ് ഓഫ് ഫോഴ്സ് അപ്ലൈഡ് ദീസ് ടു സിറ്റുവേഷൻ. രണ്ട് സിറ്റുവേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഏത് തരത്തിലുള്ള ഫോഴ്സ് എന്നാണ്. അപ്പം നമുക്കറിയാം കോൺടാക്ട് ഫോഴ്സും നോൺ കോൺടാക്ട് ഫോഴ്സും. അപ്പോൾ നോക്കുക, മാങ്ങ താഴത്തേക്ക് വീണു, ഇവിടെ ആപ്പിൾ താഴത്തേക്ക് വീണു, അത് നോൺ കോൺടാക്ട് ഫോഴ്സ് ആണ്. അത് ഏതായിരിക്കണം, നോൺ കോൺടാക്ട് ഫോഴ്സ്, അതായത് സമ്പർക്ക രഹിത ബലം എന്നാണ് പറയുക. എന്താ പറയുക, സമ്പർക്കരഹിത ബലം എന്ന് ഓർത്ത് വയ്ക്കുക. നേരെ വെച്ചൊരു ബോൾ എന്ത് ചെയ്യുന്നു, ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ബോൾ അടിച്ചു തെറിപ്പിക്കുന്നു. പകരം ഞാൻ ഇവിടെ ഷട്ടിൽ ബാഡ്മിൻ്റൻ്റെ ബാറ്റ് എടുത്തിട്ട് ബോൾ അടിച്ചു തെറിപ്പിക്കുന്നു. അപ്പോൾ ഇത് ഏതായിരിക്കും, ഇതൊരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്, ഇതൊരു സമ്പർക്ക ബലം എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ രീതിയിൽ സമ്പർക്ക ബലവും അതേപോലെ തന്നെ സമ്പർക്കരഹിത ബലമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ സമ്പർക്ക ബലവും സമ്പർക്കരഹിത ബലത്തിൻ്റെയും കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സിൻ്റെ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കുക. എന്താണ് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം? എന്താണ്, പരുപരത്ത പ്രതലത്തിലൂടെ ഭാരമുള്ളൊരു പെട്ടി നിരക്കി നീക്കുമ്പോഴും, നിരക്കി നീക്കാനാൽ സ്ലൈഡിങ് ഫ്രിക്ഷൻ ആണ്, അതേ പെട്ടി ടയർ ഉപയോഗിച്ച് ട്രോളിൽ വെച്ച് വലിക്കുമ്പോഴും എന്താണ്, നാം പ്രയോഗിച്ച ബലത്തിന് അളവിൽ മാറ്റം വരുന്നു. കാരണം വിശദമാക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, എന്താണ്, റോളിംഗ് ഫ്രിക്ഷനും സ്ലൈഡിങ് ഫ്രിക്ഷനും നിർബന്ധമാണ്. അപ്പോൾ ഫ്രിക്ഷൻ എന്നുള്ള ഏരിയയിൽ രണ്ട് ടൈപ്പാണ്, റോളിംഗ് ഫ്രിക്ഷനും സ്ലൈഡിംഗ് ഫ്രിക്ഷനും. റോളിംഗ് ഫ്രിക്ഷൻ എപ്പോഴും എന്തായിരിക്കും, ലെസ് ദാൻ ദാറ്റ് ഓഫ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവായിരിക്കും റോളിംഗ് ഫ്രിക്ഷൻ. അതായത് ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും എന്നാണ് നമ്മൾ ഈ ചോദ്യത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു പെട്ടി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, നമ്മൾ ആഞ്ഞു വലിക്കുന്നു. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, വി നീഡ് അപ്ലൈ ലോസ് അല്ലേ എന്താണ്, ഫോഴ്സ് മോർ അയ്യോ ഇതിലേക്ക് നോക്കണ്ട, ഞാൻ ഇവിടെ വെറുതെ എഴുതി വെച്ചാട്ടോ. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പെട്ടി ഉപയോഗിച്ച് നമ്മൾ വലിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യണം, മോർ ഫോഴ്സ് കൊടുക്കേണ്ടി വരും അല്ലേ, മോർ ഫോഴ്സ്. കാരണം എന്താണ്, ഇവിടെ സ്ലൈഡിങ് ഫ്രിക്ഷൻ ആണ്, നിരങ്ങൽ ഘർഷണം വളരെ കൂടുതലാണ്. ഇവിടെ നോക്കി ഇയാൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യും, വലിച്ചിങ്ങനെ ഉണ്ടോ. കാരണം എന്താണ്, ഇവിടെ റോളിംഗ് ഫ്രിക്ഷൻ ആണെന്ന് ഓർത്തേക്കുക, എന്താണ്, ഉരുളൽ ഘർഷണമാണെന്ന് ഓർത്തേക്കുക. അപ്പോൾ ഉരുളൽ ഘർഷണം എന്തായിരിക്കും, എപ്പോഴും കുറവായിരിക്കും. അതായത് റോളിംഗ് ഫ്രിക്ഷൻ ലെസ് ദാൻ ദാറ്റ് ഓഫ് എന്താണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് ഓർത്തേക്കുക. ഉരുളൽ ഘർഷണം എപ്പോഴും നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ മാതിരി ചോദ്യം നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം, പഠിച്ചു വെക്കണം. ഇനി അടുത്തതായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണ്, അതായത് റെഫറൻസ് ഒബ്ജക്റ്റ്, അവലംബക വസ്തുവിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഈ അവലംബക വസ്തുവിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ ഇത്രയും ഏരിയ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, എന്താണ്, ഇതൊരു ലോറിയിൽ മരങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ ടേബിൾ എടുത്തിട്ടുണ്ട്, ആ ടേബിൾ മസ്റ്റായിട്ട് പഠിക്കാൻ, അതിൽ ഒന്ന് പരീക്ഷയ്ക്ക് വരും. കണ്ടേ, ലോഗോ ഫുഡിന്റെ മൂവിങ് ലോറി, ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയിലെ മരത്തടി, രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ റെഫറൻസ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുക. ഒന്ന് ലോറി എടുക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മരങ്ങൾ അല്ലെങ്കിൽ റോഡോ അങ്ങനെ എന്തെങ്കിലും എടുക്കും. കണ്ടല്ലേ, ഒന്ന് ലോറി അപേക്ഷിച്ചായിരിക്കും, മറ്റൊന്ന് തൊട്ടടുത്തുള്ള ആളോ അല്ലെങ്കിൽ മരങ്ങളോ റോഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ ലോഗോ ഫുഡ് മൂവിങ്ങിന്റെ ലോറിയാണ് എടുക്കുന്നതെങ്കിൽ അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആയിരിക്കും, നിശ്ചലമായിരിക്കും. എന്തായിരിക്കും, നിശ്ചലമായിരിക്കും. ഇരുഭാഗത്തുള്ള മരങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് സ്റ്റേറ്റ് ഓഫ് മോഷൻ, ചലനാവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ മക്കളെ, നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് ബേസ് ചെയ്ത് ഞാനൊരു പ്രോബ്ലം പഠിപ്പിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് പഠിച്ചു, പിന്നെ ഓഡോമീറ്റർ സ്പീഡോമീറ്റർ നമ്മൾ അറിഞ്ഞിരിക്കണം. മറ്റൊന്ന് നമ്മൾ എന്ത് പഠിച്ചു, ഫ്രിക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ലാസ്റ്റ് വൺ ഏതായിരുന്നു, നമ്മുടെ ഏതാണ്, റെഫറൻസ് ഒബ്ജക്റ്റ്, അവലംബ വസ്തു. അപ്പോൾ ഇത്രയും ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ചാപ്റ്റർ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ യോധ ബാച്ചിലെ കുട്ടികൾ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾ എന്ത് ചെയ്യണം, യോധയിൽ ഫുൾ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിച്ചാണ്. നിങ്ങൾ പരീക്ഷ തലേന്ന് മാത്രമായിരിക്കും പഠിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ യോധ 2.0 അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ഇപ്പോൾ ഓണം ഓഫറുകളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ജോയിൻ ചെയ്യുക, അടിപൊളിയാകുക. പരീക്ഷ നമ്മൾ അടിപൊളിയാക്കും. ഇനി ഇതിനേക്കാൾ വലിയ കട്ടുകട്ടി ചോദ്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കേണ്ട. അപ്പോൾ പരീക്ഷൻ്റെ അന്നോട് വന്നോളി, നമ്മളെല്ലാം പറഞ്ഞ് സെറ്റാക്കി തരും. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്.